റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. സോ നമുക്ക് റീഇഷ്യൂ റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാം. A company forfeited 50 shares of rupees 10 each issued at 10% premium to be collected at the time of allotment, on which first call of rupees 3 per share was not received. The company has not yet called up the second and final call of rupees 2 per share. Give journal entries regarding forfeiture and reissue in each of the following alternative cases. എന്താണ് ക്വസ്റ്റ്യനിൽ പറയണത്? ഒരു കമ്പനി 50 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. 10% പ്രീമിയം. 10 + 1 11. പ്രീമിയം എപ്പോഴാണ് അടയ്ക്കുന്നത്? അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് അടയ്ക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫസ്റ്റ് കോൾ ഓഫ് rupees 3 per ഷെയർ, 3 രൂപ ഫസ്റ്റ് കോൾ എന്ത് ചെയ്തിട്ടില്ല? കമ്പനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കോൾ 3 രൂപ കിട്ടാത്തത് കൊണ്ട് കമ്പനി എന്ത് ചെയ്തു? ആ 50 ഷെയർസും ഫോർഫീറ്റ് ചെയ്തു. പിന്നെ പറയുന്നത് കമ്പനി എന്താണ്? സെക്കൻഡ് കോള് വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ സെക്കൻഡ് കോള് 2 രൂപ കമ്പനി വിളിച്ചിട്ടില്ല. ഫസ്റ്റ് കോള് 3 രൂപ കിട്ടാത്ത സമയത്ത് തന്നെ കമ്പനി എന്ത് ചെയ്തു? 50 ഷെയറിന് ഫസ്റ്റ് കോൾ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ആ 50 ഷെയർസും കമ്പനി ഫോർഫീറ്റ് ചെയ്തു. സോ ഫോർഫീച്ചറിൻ്റെ എൻട്രിയും ഒരു 6 കേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. 6 ഇൻഡിവിജ്വൽ കേസുകളാണ്. അപ്പോൾ അതിൽ ഓരോ കേസിലും എങ്ങനെയാണ് റീഇഷ്യൂ വരിക എന്നുള്ളതുമാണ് നമ്മളോട് ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. 50 ഷെയർസാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം കൂട്ടിക്കഴിഞ്ഞാൽ 10 + 1 11 റുപ്പീസാണ്. പ്രീമിയം അലോട്ട്മെൻറ്റിൻ്റെ കൂടെ അടച്ചു. ഫസ്റ്റ് കോൾ 3 രൂപ അടച്ചിട്ടില്ല. സെക്കൻഡ് കോൾ 2 രൂപ കമ്പനി വിളിച്ചിട്ടേ ഇല്ല. ഇതാണ് കേട്ടോ കേസ്. നമുക്ക് നോക്കാം ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എന്താണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതുക? കോൾഡ് അപ്പ് എമൗണ്ട് എക്സ്ക്ലൂഡിങ് ദി പ്രീമിയം. അതായത് പ്രീമിയം നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അടച്ചിട്ടുണ്ട്. സോ പ്രീമിയം ഒഴികെ എത്രയാണ് കമ്പനി വിളിച്ചത്? ആ കോൾഡ് അപ്പ് എമൗണ്ടാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ എത്രയാണ് കോൾഡ് അപ്പ് ചെയ്തത്? 10 രൂപയിൽ 2 രൂപ വിളിച്ചിട്ടില്ല. 2 രൂപ ഒഴികെ ബാക്കി എല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 8 രൂപയും കമ്പനി വിളിച്ചിട്ടുണ്ട്. 50 ഷെയറിന് 8 രൂപ. 50 × 8 400. അതാണ് ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 400 എഴുതി. ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ അല്ലേ കിട്ടാത്തത്? കിട്ടാത്ത സാധനത്തിനല്ലേ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ല അല്ലേ? ഫസ്റ്റ് കോൾ എത്ര രൂപയാണ് കിട്ടാത്തത്? 3 രൂപയാണ്. 50 ഷെയറിന് 3 രൂപ. 50 × 3 150. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എന്താ എഴുതുക? ഇത്രയും കാലം ആ ഷെയറിന് എത്ര രൂപ കിട്ടി? അതായത് ഇത്രയും കാലം എത്ര കിട്ടി? 3 രൂപയും കിട്ടിയില്ല, 2 രൂപയും കിട്ടിയില്ല അല്ലേ? എക്സ്ക്ലൂഡിങ് ദി പ്രീമിയം. പ്രീമിയം ഒഴിച്ചു. ബാക്കി എത്രയാണ്? 3 കിട്ടിയില്ല, 2 കിട്ടിയില്ല, പ്രീമിയം കിട്ടിയില്ല. അപ്പോൾ 11 ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്ര വരിക? 5 രൂപ. അതായത് 11 രൂപയാണ് മൊത്തം ഷെയർ. പ്രീമിയം നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ 10 രൂപ. 10 രൂപയിൽ 3 കിട്ടിയിട്ടില്ല, 2 വിളിച്ചിട്ടില്ല. അപ്പോൾ 5 രൂപ എന്താണ്? നമുക്ക് ആ ഷെയറിൽ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ബാക്കി 5 രൂപ നമുക്ക് ഇത്രയും കാലം കിട്ടിയിട്ടുണ്ട്. അതാണ് 50 × 5 250 റുപ്പീസ്. ഇതാണ് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കേസസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്താ? ഇഫ് 30 ഓഫ് ദീസ് ഷെയർസ് വെർ റീഇഷ്യൂഡ് ആസ് 8 പെയ്ഡ് അപ്പ് അറ്റ് ₹9 പെർ ഷെയർ. അപ്പോൾ ഇതിൽ ഈ 50 ഷെയറിൽ 30 ഷെയർ എന്ത് ചെയ്തു? കമ്പനി റീഇഷ്യൂ ചെയ്തു. അതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ 8 രൂപയാണ്. പക്ഷേ എത്ര രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്? 9 രൂപയ്ക്കാണ്. അതായത് 8 രൂപയുടെ ഷെയർ 9 രൂപയ്ക്ക് കമ്പനി റീഇഷ്യൂ ചെയ്തു പറഞ്ഞാൽ എന്താ? 1 രൂപ അവിടെ പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയത്തിൽ റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രിയാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിലെ ജേർണൽ എൻട്രി ഇതാ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് കിട്ടിയത്? 9 രൂപ വെച്ചിട്ട് 30 ഷെയർ നമുക്ക് കിട്ടി. അപ്പോൾ 30 × 9 270. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രീമിയം ഒഴികെ എത്ര രൂപയുള്ള ഷെയർ ക്യാപിറ്റൽ? 1 രൂപയാണല്ലേ പ്രീമിയം. അപ്പോൾ 9 - 1 8. 30 × 8 240. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് പ്രീമിയം എത്ര രൂപയാണ്? 1 രൂപ അല്ലേ? 30 × 1 30. അപ്പോൾ ഇതാണ് 8 രൂപയുടെ ഷെയർ 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു. അപ്പോൾ 1 രൂപ പ്രീമിയമാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ മൊത്തം എത്ര എമൗണ്ട് ആണോ കിട്ടിയത്? അപ്പോൾ 30 × 9
പിന്നെ ഷെയർ ക്യാപിറ്റലിൽ പ്രീമിയം ഒഴികെ കിട്ടിയത് എത്ര? 8 രൂപ. 30 × 8. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താ സെക്യൂരിറ്റീസ് പ്രീമിയം വരുമ്പോൾ പ്രീമിയത്തിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. എത്ര രൂപയാണ് പ്രീമിയം? 1 രൂപ. അപ്പോൾ 30 × 1 30. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താ പഠിച്ചത്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഇൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലൊരു കാര്യം പറഞ്ഞില്ലേ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള ബാലൻസ് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ റിസർവിലേക്കാണ്. ആ സമയത്ത് ഒരു ജേർണൽ എൻട്രി ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്തു അല്ലേ, ആ 30 ഷെയർ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ 30 ഷെയറിന് ഇത്രയും കാലം കിട്ടിയ എമൗണ്ട് എത്രയാണോ, 5 രൂപയല്ലേ ഇത്രയും കാലം കിട്ടിയത്, അത് ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബാലൻസ് നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ വരുന്ന ജേർണൽ എൻട്രിയാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. 30 ഷെയറിന് ഇത്രയും കാലം എത്ര രൂപ കിട്ടി? 5 രൂപ കിട്ടിയില്ലേ. സോ 30 × 5 150. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്താ? ഇഫ് 30 ഓഫ് ദീസ് ഷെയർസ് വർ റീഇഷ്യൂഡ് ആസ് 8 കോൾഡ് അപ്പ് ഫോർ ₹8 പെർ ഷെയർ. 8 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് തന്നെ, അതായത് പാറിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ജേർണൽ എൻട്രി നോക്കാം. കേസ് 2ൻ്റെ ജേർണൽ എൻട്രി നോക്കൂ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് 8 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് തന്നെയാണ് റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര രൂപയാണ്? 30 ഷെയറിന് 8 റുപ്പീസ് വെച്ച് 30 × 8 240. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലും 30 × 8 240. ഇനി ഈ കേസിലും എന്താണ്? ആ ഒരു 30 ഷെയറിന് 5 രൂപ വെച്ചിട്ട് ഇത്രയും കാലം കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 30 ഷെയറിന് 5 രൂപ വെച്ച് 30 × 5 150. ഇനി നമുക്ക് കേസ് 3 നോക്കാം. ഇഫ് 30 of these shares were reissued as ₹8 paid up for ₹7 per share. 8 രൂപയുടെ ഷെയർ 7 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ 1 രൂപ കുറഞ്ഞു അല്ലേ, അവിടെ എന്താ വന്നേ? ഡിസ്കൗണ്ട് വന്നു. 1 രൂപ ഡിസ്കൗണ്ട് വന്നു. അപ്പോൾ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് ഉള്ള റീഇഷ്യൂൻ്റെ ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യുക? നമ്മൾ ഷെയർ ഫോർഫീറ്റഡിനെ കൂടെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ആ ജേർണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ശരിക്കും 7 രൂപയ്ക്കാണ് ആ ഷെയർ കൊടുത്തിരിക്കുന്നത്. 8 രൂപയുടെ ഷെയർ 7 രൂപ, 1 രൂപ ഡിസ്കൗണ്ടിൽ കൊടുത്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് നമുക്ക് കിട്ടിയത്? 7 രൂപയാണ് കിട്ടിയത്. 30 ഷെയറിന് 7 രൂപ. അപ്പോൾ 30 × 7 210, 210 രൂപ. പിന്നെ ഡിസ്കൗണ്ടിലാണ് അല്ലേ, 1 രൂപ എന്താണ് നഷ്ടമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ നഷ്ടം അവിടെ കാണിക്കുന്നത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 1 രൂപയല്ലേ നഷ്ടം. അപ്പോൾ 30 × 1 ₹30. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് മൊത്തം ശരിക്കുള്ള ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 8 രൂപയാണ്. നമ്മളാണ് 7 രൂപ ഡിസ്കൗണ്ടിന് കൊടുത്തത് അല്ലേ. അപ്പോൾ 30 × 8 240. അപ്പോൾ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ് കിട്ടിയത്? അപ്പോൾ 7 രൂപയാണ് കിട്ടിയത്. അപ്പോൾ 30 × 7. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ് ഡിസ്കൗണ്ട്? അതിവിടെ ഷെയർ ഫോർഫീറ്റഡിൽ എഴുതണം. 1 രൂപയാണ് ഡിസ്കൗണ്ട്. അപ്പോൾ 30 × 1 30. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ ശരിക്കും ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 8 രൂപയാണ്. അപ്പോൾ 30 × 8 240. ഇനി നമ്മൾ പറഞ്ഞു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ആ ബാലൻസ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 30 ഷെയറിന് 5 രൂപ വെച്ചിട്ടുള്ള ഒരു ബാലൻസ് 150 റുപ്പീസ് ഷെയർ ഫോർഫീറ്റഡിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പക്ഷേ ഈ സമയത്ത് റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ? ജേർണൽ എൻട്രിയിൽ ഒരു ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് കണ്ടോ? 30 രൂപ. അതായത് ലോസ് ഓൺ റീഇഷ്യൂ നടത്തിയപ്പോൾ നമുക്ക് വന്നൊരു നഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടം എന്ത് ചെയ്യണം? നമ്മൾ അതിന്ന് കുറയ്ക്കണം. അപ്പോൾ
ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവിലേക്ക് അപ്പോൾ എത്ര രൂപയാണ്? 30 × 5 150 രൂപയാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഷെയർ ഫോർഫീറ്റഡ് ഡെബിറ്റ് വന്നു, ഒരു നഷ്ടം വന്നു. അപ്പോൾ പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 30 രൂപ നഷ്ടമല്ലേ? അപ്പോൾ 150 നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 120 രൂപ. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 120 റുപ്പീസാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോർത്ത് കേസ് നോക്കാം. ഫോർത്ത് കേസ് എന്താണ്? ഇഫ് 30 ഓഫ് ദീസ് ഷെയർസ് വെർ റീഇഷ്യൂഡ് ആസ് ₹8 പെയ്ഡ് അപ്പ് ഫോർ ₹3 പെർ ഷെയർ. അതായത് 8 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ, 3 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ 5 രൂപ ഡിസ്കൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 5 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഷെയർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ജേർണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് കിട്ടിയത്? 3 രൂപയാണ് അല്ലേ? 8 രൂപയുടെ ഷെയർ 3 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ 30 ഷെയറിന് 3 രൂപ വെച്ചിട്ട് 90 രൂപ നമുക്ക് കിട്ടി. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അതായത് ഡിസ്കൗണ്ട് കൊടുത്ത രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് എത്ര രൂപയാണ്? 8 രൂപയുടെ ഷെയർ 3 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ ഡിസ്കൗണ്ടാണ്. അപ്പോൾ 30 × 5 150. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ശരിക്കും ആ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 8 രൂപയാണ്. അപ്പോൾ 30 × 8 240. നമ്മൾ നേരത്തെ ചെയ്ത സെയിം കേസ് തന്നെയാണ്. ഇനി എന്താ പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 30 ഷെയറിന് 5 രൂപ വെച്ചിട്ട് 150 രൂപ എന്താണ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഈ ഒരു കേസിൽ ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കൊരു ഡിസ്കൗണ്ട് വന്നു അല്ലേ? അപ്പോൾ അത്രയും രൂപ നഷ്ടം വന്നു. അതായത് 30 × 5 ഒരു 150 രൂപ ഡെബിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ 150 രൂപ ക്രെഡിറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? ആ 150 നിന്ന് 150 കുറച്ച് കഴിഞ്ഞാൽ 0 ആണ് അല്ലേ? അപ്പോൾ നമുക്കൊന്നും എന്തില്ല? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എമൗണ്ട് ഇല്ല. അപ്പോൾ എന്തായി കേസ് പറഞ്ഞത്? നമ്മൾ റീഇഷ്യൂ ചെയ്തപ്പോൾ 150 രൂപ നമുക്ക് നഷ്ടം വന്നു. അതാണ് ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത ആ ഡിസ്കൗണ്ട്. ശരിക്കും നമുക്ക് ഈ ഷെയറിന് ഇത്രയും കാലം 5 രൂപ, 30 ഷെയറിന് 5 രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രോഫിറ്റാണ്. അപ്പോൾ 150 നിന്ന് ഈ 150 കുറച്ചപ്പോൾ എന്താ? നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബാലൻസ് ഇല്ല. സോ നമ്മൾ ആ ഒരു എൻട്രി അവിടെ എഴുതണ്ട. അതായത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്നുള്ളൊരു എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് 5th കേസ് നോക്കാം. If 30 of these shares were reissued as fully paid up for ₹5 per share. അതായത് 30 ഷെയർസ് എന്ത് ചെയ്തു? റീഇഷ്യൂ ചെയ്തു. ഫുള്ളി പെയ്ഡ് അപ്പ്. ശരിക്കും ആ ഷെയറിൻ്റെ വാല്യൂ എത്രയായി? ക്വസ്റ്റ്യനിൽ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ്? 10 രൂപയാണ് ആ ഷെയറിൻ്റെ വാല്യൂ. എത്ര രൂപയ്ക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തത്? 5 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്. സോ 5 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ്. 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള 30 ഷെയർ 5 രൂപയ്ക്ക് നമ്മൾ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ 5 രൂപ അവിടെ ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ആ കേസിലെ ജേർണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് കിട്ടിയേ? 30 ഷെയറിന് 5 രൂപ കിട്ടിയില്ലേ? 30 × 5 150. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫോർഫീറ്റഡ് എത്രയാണ് ഡിസ്കൗണ്ട് കൊടുത്തേ? 10 രൂപയുടെ ഷെയർ 5 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 5 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ്. അപ്പോൾ 30 × 5 150 റുപ്പീസ് ഡിസ്കൗണ്ടാണ്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ശരിക്കും ആ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. 30 × 10 300. ഇനി ഈ കേസിലും എന്താണ്? നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടോ ഇല്ലയെന്ന് നോക്കാം. 30 ഷെയറിന് 5 രൂപ വെച്ചിട്ട് നമുക്ക് ഇതുവരയ്ക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ?
അത് നമ്മുടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നഷ്ടം വന്നു. എത്ര രൂപയാണ്? 5 രൂപ ഡിസ്കൗണ്ടിൽ കൊടുത്തു. അപ്പോൾ 30 ഷെയറിന് 5 രൂപ ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 150. അപ്പോൾ 150 നിന്ന് 150 കുറച്ചപ്പോൾ എന്താണ്? നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല. സോ നമ്മളവിടെ എന്ത് ചെയ്തില്ല? നമ്മൾ മറ്റേ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്നുള്ള ജേണൽ എൻട്രി ഈ കേസിലും എഴുതേണ്ട ആവശ്യമില്ല. കേസ് 4 പോലെ തന്നെയാണ് കേസ് 5. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് നോക്കാം. If 50 shares were reissued as fully paid for rupees 6 per share. ഇത്രയും കാലം എത്ര ഷെയർസാണ് റീഇഷ്യൂ ചെയ്തത്? 30 ഷെയർസാണ് റീഇഷ്യൂ ചെയ്തത്. 50 ഷെയർ ശരിക്കും ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ കേസിൽ എന്താ പറഞ്ഞത്? 50 ഷെയർസും റീഇഷ്യൂ ചെയ്തു. ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഫോർ rupees 6 per ഷെയർ. ശരിക്കുള്ള ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. 10 രൂപയുടെ ഷെയർ 6 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ എന്താണ്? ഡിസ്കൗണ്ടാണ്. 4 രൂപ ഡിസ്കൗണ്ടിന് റീഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത് ലാസ്റ്റ് കേസ്. അപ്പോൾ നമുക്കതിൻ്റെ ജേണൽ എൻട്രി നോക്കാം. കേസ് 6ൻ്റെ ജേണൽ എൻട്രി: ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് കിട്ടിയേ? 6 രൂപ. 50 ഷെയറിന് 6 രൂപ. 50 × 6 300, 300. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് നമ്മൾ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്? 10 രൂപയുടെ ഷെയർ 6 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. 4 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ്. 50 × 4 200, 200. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ശരിക്കുള്ള ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപ. 50 × 10 500. ഇനി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡിൽ എത്ര ബാലൻസ് ഉണ്ടായിരിക്കും? 50 ഷെയറിന് ഇത്രയും കാലം എത്ര രൂപയാണ് കിട്ടിയത്? 5 രൂപയാണ് കിട്ടിയത് അല്ലേ? 50 × 5 250 രൂപയാണ് ഇത്രയും കാലം കിട്ടിയത്. പിന്നെ നോക്കിയാൽ നമ്മൾ റീഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ നഷ്ടം വന്നു? 200 രൂപ വന്നു അല്ലേ? ഡിസ്കൗണ്ട് 4 രൂപ ഡിസ്കൗണ്ടിന് നമ്മൾ കൊടുത്തത്. 50 × 4 200. അപ്പോൾ 250 നിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ 50 രൂപയാണ് ബാക്കിയുള്ളത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ബാക്കിയുള്ളത്. ആ എമൗണ്ട് നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്.